ബാങ്കിങ് കമ്പനീസിൽ വരുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി നോക്കാം. ആദ്യമേ തന്നെ ബാങ്കിങ് കമ്പനി എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ കമ്പനി വിച്ച് ക്യാരീസ് ഓൺ ദ ബിസിനസ് ഓഫ് ബാങ്കിങ്. ബാങ്കിങ് ബിസിനസ് ക്യാരി ചെയ്യുന്ന കമ്പനി ഏതാണോ അതിനെയാണ് നമ്മൾ ബാങ്കിങ് കമ്പനി എന്ന് പറയുന്നത്. ബാങ്ക് നമുക്ക് എല്ലാവർക്കും അറിയാലോ, ഇറ്റ് ഈസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ വെയർ മണി ഈസ് ഡീൽഡ് ആൻഡ് മെക്കാനിസം ഫോർ ട്രാൻസ്ഫറിങ് ഫണ്ട്. അതായത് മണി ഡീൽ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ്. മെയിനായിട്ട് അവിടെ എന്താണ് ചെയ്യുന്നത്, ഫണ്ട് ട്രാൻസ്ഫർ. അപ്പോൾ അതിനുള്ള മെക്കാനിസം ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ബാങ്ക് എന്ന് പറയുന്നത്. ഈ ബാങ്ക്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന കുറച്ച് ബുക്സ് ഉണ്ട്. അപ്പോൾ ഈ ബുക്സിൻ്റെ മെയിനായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഒന്ന് നോക്കി വയ്ക്കുക. മെയിനായിട്ടും സബ്സിഡിയറി, മെമ്മറാണ്ടം ബുക്സ് ആൻഡ് പ്രിൻസിപ്പൽ ബുക്സ്, ഈ 3 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പേരൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇതിൽ കുറേ ക്യാഷ് ബുക്കും ലെഡ്ജേഴ്സും ആണ് ഉള്ളത്. ഇപ്പോൾ കുറേ സബ്സിഡിയറി ബുക്സും ഉണ്ട്, കുറേ മെമ്മറാണ്ടം ബുക്സും ഉണ്ട്. അപ്പോൾ നിങ്ങളെ പേരൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി മെയിനായിട്ടും ഒരു ബാങ്കിൽ 2 പ്രിൻസിപ്പൽ ബുക്സ് ഉണ്ടായിരിക്കും. അതായത് ഒന്ന് ജനറൽ ക്യാഷ് ബുക്ക്. ഇപ്പം നമ്മളിവിടെ ഈ സബ്സിഡിയറി ബുക്സിൽ നമ്മൾ കുറേ ക്യാഷ് ബുക്ക് കണ്ടു അല്ലേ. അപ്പോൾ അതിൽ എല്ലാത്തിലെയും ട്രാൻസാക്ഷൻസ് നമുക്ക് റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊരു ജനറൽ ആയിട്ടുള്ളൊരു ക്യാഷ് ബുക്ക് ബാങ്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരിക്കും. അതൊരു പ്രിൻസിപ്പൽ ക്യാഷ് ബുക്കാണ്. അതുപോലെ തന്നെ കുറേ ലെഡ്ജേഴ്സ് ഉണ്ട്. സബ്സിഡിയറിയിൽ നമ്മൾ കുറേ ലെഡ്ജേഴ്സ് കാണുന്നുണ്ട്. അപ്പോൾ അതിനുള്ളിൽ വരുന്ന എല്ലാ ബാലൻസസും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ജനറൽ ലെഡ്ജറും ബാങ്കിൽ ഉണ്ടായിരിക്കും. ഓക്കെ, ഇതിന് ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇതിൽ മെയിനായിട്ട് വരുന്നൊരു ടോപ്പിക്കാണ് സ്ലിപ്പ് സിസ്റ്റം. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ചിലപ്പോൾ പാർട്ട് ബിയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആദ്യം സ്ലിപ്പ് സിസ്റ്റം എന്താണെന്നുള്ളത് പഠിച്ചു വയ്ക്കുക. സ്ലിപ്പ് സിസ്റ്റം യൂഷ്വലി റെഫേഴ്സ് ടു ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ലിപ്സ്. സ്ലിപ്സ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഫോംസ് എന്ന് ആലോചിച്ചാൽ മതി. ഇപ്പോൾ നമ്മളൊരു ബാങ്കിൽ ചെല്ലുകയാണെങ്കിൽ നമ്മൾ കുറേ ഫോംസ് ഒക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുമല്ലോ, ആ ഫോംസിനെയാണ് സ്ലിപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ബാങ്കുകൾ സാധാരണയായിട്ട് സ്ലിപ്പ് സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ കുറേ ട്രാൻസാക്ഷൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യുക, പ്രോസസ്സ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ ബാങ്കിൽ കുറേ ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ടായിരിക്കും. ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ വരുന്നവരുണ്ടായിരിക്കും, വിഡ്രോ ചെയ്യാൻ വരുന്നവരുണ്ടായിരിക്കും, ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ വരുന്നവരുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ട്രാൻസാക്ഷൻസ് ഒക്കെ നമ്മൾ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത്, സ്ലിപ്സ് വഴിയാണ്, ഫോംസ് വഴിയാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിനെയാണ് സ്ലിപ്പ് സിസ്റ്റം എന്ന് പറയുന്നത്. അണ്ടർ ദി സിസ്റ്റം പോസ്റ്റിംഗ് ഇൻ ദ ലെഡ്ജർ ഈസ് മെയ്ഡ് ഡയറക്ട്ലി ഫ്രം സ്ലിപ്സ്. ഇനി അതുപോലെ തന്നെ ഈ ഒരു സിസ്റ്റം പ്രകാരം എങ്ങനെയാണ് ലെഡ്ജേഴ്സിലേക്ക് നമ്മൾ ഈ സ്ലിപ്സ്, ആ ഒരു ഫോം നമ്മൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് തന്നെ ആ ഫോമിൽ നിന്നും അല്ലെങ്കിൽ ആ സ്ലിപ്സിൽ നിന്നും ഡയറക്റ്റായിട്ട് തന്നെ ലെഡ്ജേഴ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പോസ്റ്റിംഗ് നടത്തുന്നുണ്ട്. ഓക്കെ, അപ്പോൾ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് പോസ്റ്റിംഗ് അവിടെ പോസിബിൾ ആവുന്നുണ്ട്. ഇനി ദ സ്ലിപ്സ് ദംസെൽവ്സ് ആക്ട് ആസ് ലൂസ് ജേർണൽ എൻട്രീസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സ്ലിപ്സിനെ എന്ത് പറയും, ലൂസ് ജേർണൽ എൻട്രീസ് എന്നുള്ള രീതിയിലാണ് കൺസിഡർ ചെയ്യുന്നത്. സാധാരണ നമ്മൾ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ആദ്യമേ ജേർണലിൽ റെക്കോർഡ് ചെയ്യുന്നു, പിന്നീട് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ സ്ലിപ്സിൽ നിന്ന് ഡയറക്റ്റായിട്ട് ലെഡ്ജറിലേക്കാണ് പോസ്റ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ സ്ലിപ്സിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്, ലൂസ് ജേർണൽ എൻട്രീസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇനി ബാങ്കിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന സ്ലിപ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ പെയിൻ സ്ലിപ്പ്, വിഡ്രോവൽ സ്ലിപ്സ്, ചെക്ക്, ഇതൊക്കെ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന സ്ലിപ്പാണ്. അപ്പോൾ ഈ സ്ലിപ്പിനെ നമ്മളൊരു വൗച്ചർ എന്നുള്ള രീതിയിലും പറയുന്നുണ്ട് കേട്ടോ. കാരണം ഇത് നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ട്രാൻസാക്ഷൻ നടത്തുന്നതിൻ്റെ ഒരു എവിഡൻസ് ആണിത്. സോ അതിനെ നമ്മൾ വൗച്ചർ എന്നുള്ള രീതിയിലും ട്രീറ്റ് ചെയ്യുന്നുണ്ട്. സ്ലിപ്പ് സിസ്റ്റത്തിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജും ഡിമെറിറ്റും കൂടി ഒന്ന് നോക്കി വയ്ക്കാം കേട്ടോ. കാരണം പാർട്ട് ബി ആയതുകൊണ്ട് കുറച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതണമല്ലോ. ഓക്കെ, അപ്പോൾ ആദ്യമേ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ദർ ഈസ് നോ സിസ്റ്റം ഫോർ, അല്ലെങ്കിൽ ദർ ഈസ് നോ നീഡ് ഫോർ കീപ്പിംഗ് സബ്സിഡിയറി ബുക്സ്. അതായത് സബ്സിഡിയറി ബുക്സ് കീപ്പ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം സ്ലിപ്സിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് അപ്പോൾ തന്നെ പോസ്റ്റിംഗ് നടത്തുന്നുണ്ട്. സോ വേറെ കുറേ ബുക്സ് നമ്മളവിടെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇറ്റ് സേവ്സ് എ ലോട്ട് ഓഫ് ടൈം ആൻഡ് ലേബർ ഓഫ് ദി ബാങ്ക് സ്റ്റാഫ്. ബാങ്കിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിൻ്റെ ടൈമും അതുപോലെ തന്നെ അവരുടെ എഫേർട്ടും ഒക്കെ നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി ഇറ്റ് ഓൾസോ റിഡ്യൂസസ് ദ പോസിബിലിറ്റി ഓഫ് ഫ്രോഡ് ആൻഡ് എറർ. സ്ലിപ്സിൽ നിന്ന് നമ്മൾ അപ്പം തന്നെ പോസ്റ്റിംഗ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഫ്രോഡോ എറേഴ്സോ ഒക്കെ വരാനായിട്ടുള്ള ചാൻസ് എന്ന് പറയുന്നത് അവിടെ നമുക്ക് റിഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ദെൻ പ്രോപ്പറായിട്ടുള്ള ഒരു വർക്ക് അവിടെ എൻഷുർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇറ്റ് ഓൾസോ പ്രൊവൈഡ്സ് എ ഗുഡ് സിസ്റ്റം ഓഫ് ഇൻറ്റേർണൽ ചെക്ക്. അതായത് ആ ഒരു ബാങ്കിനുള്ളിൽ തന്നെ ഒരു ഇൻറ്റേർണൽ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു സിസ്റ്റം കൂടിയാണ് സ്ലിപ്പ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതായത് അവിടെ നമ്മൾ ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും മാൽ പ്രാക്ടീസ് ഒന്നും ആർക്കും ചെയ്യാൻ പറ്റില്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അതുപോലെ തന്നെ അക്കൗണ്ട്സ് ഒക്കെ കുറച്ചും കൂടി റിലയബിൾ ആയിരിക്കും. അതായത് സ്ലിപ്സിലെ ഡീറ്റെയിൽസ് വെച്ചുകൊണ്ടാണ് നമ്മൾ പോസ്റ്റിംഗ് നടത്തുന്നത്. സോ കറക്റ്റായിട്ടുള്ള അക്കൗണ്ട്സ് ആയിരിക്കും അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവുക. സോ ഓഡിറ്റ് വർക്കിനും ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് സ്ലിപ്സ് എന്ന് പറയുന്നത്. അതായത് ഓഡിറ്റ് വർക്ക് നടത്തുന്ന സമയത്ത് അവിടെ ഓഡിറ്റ് വർക്കിൽ ഓരോ ട്രാൻസാക്ഷനും ഓരോ എവിഡൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, സ്ലിപ്സ് എന്ന് പറയുന്നത് നമ്മൾ വൗച്ചേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ അതൊരു എവിഡൻസ് ആയിട്ട് ബാങ്കിന് പ്രസൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും.
മെറിറ്റ് വന്നിട്ട് ഒരുപാട് ടൈം നമ്മുടെ ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ട്. കാരണം സ്ലിപ്സ് എന്ന് പറയുന്നത് ഫോം നമ്മുടെ കസ്റ്റമേഴ്സ് ഫില്ല് ചെയ്ത് തന്ന് അതിൽ നിന്നും ആ സ്ലിപ്സ് ഫുള്ളും കളക്ട് ചെയ്ത് ആ ഒരു ബാങ്കിൽ എത്ര ട്രാൻസാക്ഷൻ നടത്തി അതിൻ്റെ എല്ലാത്തിൻ്റെയും സ്ലിപ്സ് ഒന്നും നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ഡയറക്റ്റ് പോസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. സോ അത് ടൈം നമ്മുടെ ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഈ സ്ലിപ്സൊക്കെ സേഫായിട്ട് കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്ലിപ്സ് സേഫായിട്ട് കസ്റ്റഡിയിൽ വെക്കുക എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് അതിന് സെപ്പറേറ്റ് ഒരു സ്റ്റാഫിനൊക്കെ ചിലപ്പോൾ അപ്പോയിൻറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ലേബർ ടൈം മണിയൊക്കെ അതിന് വേണ്ടി വേസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ആ ഒരു കേസിൽ വേസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ അതുപോലെ അടുത്തൊരു ഡീമെറിറ്റ് എന്ന് പറയുന്നത് ഡിസോണസ്റ്റ് ആയിട്ടുള്ള എംപ്ലോയീസ് ചിലപ്പോൾ എന്ത് ചെയ്യാം, ഈ പറയുന്ന സ്ലിപ്സ് ഡിസ്ട്രോയ് ചെയ്തുകൊണ്ട് ആ ഒരു ട്രാൻസാക്ഷൻ്റെ എവിഡൻസ് നശിപ്പിക്കാനായിട്ടുള്ള ചാൻസ് അവിടെ കാണുന്നുണ്ട് എന്നതാണ് പറയുന്നത്. പിന്നെ ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ സ്ലിപ്സ് ഫില്ല് ചെയ്യുക എന്ന് പറയുന്നത് ഇൻകൺവീനിയൻസ് ആണ്. അതായത് വിദ്യാഭ്യാസം കുറവുള്ള ആൾക്കാർക്ക് ഈ പറയുന്ന ഫോംസും കാര്യങ്ങളൊന്നും ഫില്ല് ചെയ്യാൻ അറിയണമെന്നുണ്ടാവില്ല. സോ അതൊരു ഡീമെറിറ്റ് ആണ്. അടുത്ത ടൈമാണ് നോൺ ബാങ്കിങ് അസറ്റ്. വെൻ എ ബോറോവർ cannot repay the loan, the bank may take over the borrower's property. Okay, that was kept as security for the loan. This property is called non-banking asset. അതായത് ഇപ്പോൾ ബാങ്കിൽ നിന്നും ലോൺ എടുത്തിട്ടുള്ള ഒരു ബോറോവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തിരിച്ച് ആ ലോൺ റീപേയ്മെൻറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ലോൺ നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും നമ്മുടെ ലാൻഡോ ഗോൾഡോ എന്തെങ്കിലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, സെക്യൂരിറ്റി ആയിട്ട് നമ്മളവിടെ ബാങ്കിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ആ സെക്യൂരിറ്റി ആയിട്ട് വെച്ചിട്ടുള്ളതിനെ എന്ത് ചെയ്യുന്നു, ബാങ്ക് ചിലപ്പോൾ ബാങ്കിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് അതിനെ എടുക്കാനായിട്ടുള്ള ചാൻസ് അവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉള്ള പ്രോപ്പർട്ടീനെയാണ് നോൺ ബാങ്കിങ് അസറ്റ് എന്ന് പറയുന്നത്. കാരണം ബാങ്കിൻ്റെ റെഗുലർ ബാങ്കിങ് ബിസിനസ്സിൻ്റെ ഒരു പാർട്ടല്ലത്. പക്ഷേ ഒരു ബോറോവർക്ക് ലോൺ റീപേ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എന്ത് ചെയ്യാണ്, അതിന് പകരം എന്നുള്ള രീതിയിൽ അയാളുടെ ആ ഒരു സെക്യൂരിറ്റി ആയിട്ട് വെച്ചിട്ടുള്ള പ്രോപ്പർട്ടി എന്താണോ അത് ബാങ്ക് ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് നോൺ ബാങ്കിങ് അസറ്റ് എന്ന് പറയുന്നത്. ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് അസറ്റ്സ് ക്ലാസിഫിക്കേഷൻ ഓഫ് ബാങ്ക്സ്. ഈ ഒരു അസറ്റ് ക്ലാസിഫിക്കേഷൻ പഠിച്ചു വെക്കേണ്ടതാണ്. അതിപ്പോൾ നമ്മൾ പ്രൊവിഷനിങ് നടത്തുകയാണെങ്കിൽ അവിടെയും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പാർട്ട് എയിൽ ഇതിൽ നിന്നും 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് പഠിച്ചു വെക്കേണ്ടതാണ്. അപ്പോൾ ആദ്യമേ നമുക്ക് നോക്കാം. അസറ്റ് മെയിനായിട്ടും 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, പെർഫോമിംഗ് അസറ്റും നോൺ പെർഫോമിംഗ് അസറ്റും. ഓക്കെ, ഇനി നോൺ പെർഫോമിംഗ് അസറ്റിനെ തന്നെ പിന്നെയും സബ് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, സബ്സ്റ്റാൻഡേർഡ് അസറ്റ്സ്, ഡൗട്ട്ഫുൾ അസറ്റ്സ്, ലോസ് അസറ്റ്സ്. നമുക്കത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. പെർഫോമിംഗ് അസറ്റ്സ് എന്ന് നമ്മൾ സ്റ്റാൻഡേർഡ് അസറ്റ്സ് എന്നുകൂടി പറയുന്നുണ്ട്. ആൻ അസറ്റ് ഈസ് ട്രീറ്റഡ് ആസ് പെർഫോമിംഗ് അസറ്റ് ഇഫ് ഇൻട്രസ്റ്റ് ഈസ് സർവീസ്ഡ് പ്രോംപ്റ്റ്ലി ആൻഡ് ദർ ഈസ് നോ ഓവർ ഡ്യൂ ഓർ ഇറഗുലാരിറ്റി ഇൻ ദ അക്കൗണ്ട്. അതായത് ഇപ്പോൾ ബാങ്കിൽ കുറേ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ. ഇപ്പോൾ ലോൺ എടുത്തിട്ടുള്ളവരൊക്കെ ഉണ്ടായിരിക്കും. ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ലോണൊക്കെയാണ് അവരുടെ അസറ്റായിട്ട് വരിക. ഓക്കെ, അപ്പോൾ ആ ലോണിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് കറക്റ്റായിട്ട് ഈ ബാങ്കിലേക്ക് റിസീവ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുക. ഓവർ ഡ്യൂ ആയിട്ട് എമൗണ്ട് ഒന്നുമില്ല, ഇറഗുലാരിറ്റീസ് ഒന്നും തന്നെ ഇല്ല. അതായത് ഇൻകം എന്ന് പറയുന്നത് കറക്റ്റായിട്ട് അസറ്റിന്മേൽ ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് പെർഫോമിംഗ് അസറ്റ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് അസറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന അസറ്റ്സ് എന്തൊക്കെയാണോ അതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് അസറ്റ്സ് അല്ലെങ്കിൽ പെർഫോമിംഗ് അസറ്റ് എന്ന് പറയുന്നത്. എ പെർഫോമിംഗ് അസറ്റ്സ് മീൻസ് ദ ബോറോവർ പേസ് ഓൺ ടൈം ആൻഡ് ദർ ആർ നോ ഡിലേസ് ഓർ ഇഷ്യൂ ഇൻ ദ ലോൺ. അപ്പോൾ ഇവിടെ പെർഫോമിംഗ് അസറ്റ് എന്ന് പറയുമ്പോൾ ബോറോവർ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കറക്റ്റ് ടൈമിൽ പേയ്മെൻറ്റ് നടത്തുന്നുണ്ട്, അവിടെ ഡിലേ ഒന്നും തന്നെ ഇല്ല, ആ ലോണുമായിട്ട് ഇഷ്യൂസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അതിനെയാണ് പെർഫോമിംഗ് അസറ്റ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് പറയുന്നത്. അടുത്തത് നോൺ പെർഫോമിംഗ് അസറ്റാണ്. NPA എന്ന് പറയും. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ചോദിക്കുക വാട്ട് ഈസ് NPA എന്നാണ്. അപ്പോൾ അതിൻ്റെ ഫുൾ ഫോം ഒന്ന് ആദ്യമേ പഠിച്ചു വയ്ക്കുക. നോൺ പെർഫോമിംഗ് അസറ്റ്. ആൻ അസറ്റ് ബിക്കംസ് നോൺ പെർഫോമിംഗ് വെൻ ഇറ്റ് സ്റ്റോപ്സ് ജനറേറ്റിംഗ് ഇൻകം ഫോർ ദി ബാങ്ക്. അതായത് ഒരു ബാങ്കിലേക്ക് ഇൻകം ജനറേറ്റ് ചെയ്യുന്നില്ലാത്ത അല്ലെങ്കിൽ ഇൻകം ജനറേഷൻ എന്ന് പറയുന്ന കാര്യം സ്റ്റോപ്പ് ചെയ്തിട്ടുള്ള അസറ്റ് എന്തൊക്കെയാണോ അതിനെയാണ് നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരാൾ ലോൺ എടുത്തിട്ടുണ്ട്, ആ ലോൺ കറക്റ്റായിട്ട് പേയ്മെൻറ്റ് ചെയ്യുന്നില്ല, അവിടെ ഇറഗുലാരിറ്റി വന്നു, ഓവർ ഡ്യൂ വരുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഇൻകം ജനറേറ്റ് ചെയ്യാത്ത അസറ്റ്സ് എന്താണോ അതിനെയാണ് നോൺ പെർഫോമിംഗ് അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. നോൺ പെർഫോമിംഗ് അസറ്റ്സ് മീൻസ് ആൻ അഡ്വാൻസ് or credit facility in respect of which interest or principal payment is in arrears for more than 90 days. അപ്പോൾ ഈ അരിയേഴ്സ് എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ ഒരു ലോണിൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ടോ ഇൻട്രസ്റ്റ് എമൗണ്ടിന്മേലോ 90 ദിവസത്തിനേക്കാൾ കൂടുതലായിട്ട് അരിയേഴ്സ് അവിടെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോഴാണ് അസറ്റ് എന്തായി മാറുന്നത്, നോൺ പെർഫോമിംഗ് അസറ്റായിട്ട് മാറുന്നത്. NPAനെ തന്നെ ഒന്നും കൂടി സബ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, സബ്സ്റ്റാൻഡേർഡ്, ഡൗട്ട്ഫുൾ ആൻഡ് ലോസ് അസറ്റ്സ്. അപ്പോൾ ആദ്യമേ സബ്സ്റ്റാൻഡേർഡ് എന്താണെന്ന് നോക്കാം. ദീസ് ഹാവ് ബീൻ ക്ലാസിഫൈഡ് ആസ് NPA ഫോർ എ പീരീഡ് നോട്ട് എക്സീഡിങ് 12 months. ഇത് നോൺ പെർഫോമിംഗ് അസറ്റായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ട് 12 മാസമേ ആയിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. അതായത് 1 വർഷമേ ആയിട്ടുള്ളൂ, 1 വർഷത്തിനേക്കാൾ കൂടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ അസറ്റിനെയാണ് നമ്മൾ സബ്സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് പറയുക.
ഇനി ഡൗട്ട്ഫുൾ അസറ്റ്സ് എന്ന് പറയുമ്പം 1 ഇയറിനേക്കാൾ കൂടി 12 മന്ത്സിനേക്കാൾ എക്സീഡ് ചെയ്തിട്ടുണ്ട്, അതായത് ഒരു വർഷത്തിനേക്കാൾ മുകളിൽ അവിടെ NPA ആയിട്ട് നിലനിന്ന് പോകുന്ന അസറ്റ്സിനെയാണ് ഡൗട്ട്ഫുൾ അസറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ലോസ് അസറ്റ് എന്ന് വെച്ചാൽ those assets in which loss has been identified the bank or auditors or the RBI but the amount has not been written off wholly or partly. അതായത് ബാങ്കിൻ്റെ ഓഡിറ്റേഴ്സോ RBI ഒക്കെ അതൊരു ലോസ് അല്ലെങ്കിൽ അസറ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് കംപ്ലീറ്റ് ആയിട്ട് പക്ഷെ നമുക്ക് റിട്ടേൺ ഓഫ് ചെയ്തിട്ടുമില്ല എന്ന് വിചാരിക്കാം. അതായത് നമുക്ക് ബാങ്കിന് റിക്കവറബിൾ ആയിട്ടുള്ള അസറ്റ്സിനെയാണ് ലോസ് അസറ്റ്സ് എന്ന് പറയുന്നത്. അതായത് കംപ്ലീറ്റ്ലി ലോസ് ആണ്, ഒരു 3 years ഒക്കെ ആയിട്ട് എന്തായിട്ടില്ല, ആ അസറ്റിൻ്റെ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കാം. അതിനെയാണ് ലോസ് അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് റിക്കവർ ചെയ്തെടുക്കാനായിട്ട് ബാങ്കിന് സാധിക്കുന്നുമില്ല. ഒരു ടേം ഒന്ന് നോക്കി വെക്കുക, മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ്. മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം ലോൺസിനെയാണ്. ഒരു ബാങ്ക് വേറൊരു ബാങ്കിനോ ബിൽ ബ്രോക്കേഴ്സിനോ സ്റ്റോക്ക് ബ്രോക്കേഴ്സിനോ പ്രൊവൈഡ് ചെയ്യുന്ന ഷോർട്ട് ടേം ലോൺസിനെയാണ് മണി അറ്റ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം മണി അറ്റ് കോൾ എന്ന് പറയുമ്പം വിച്ച് ഈസ് റീപേയബിൾ വിത്തിൻ 1 day, അതായത് ഒരു ദിവസത്തിനുള്ളിൽ തന്നെ റീപേയബിൾ ആയിട്ടുള്ള ഷോർട്ട് ടൈം ലോണിനെയാണ് മണി അറ്റ് കോൾ എന്ന് പറയുന്നത്. ഇനി മണി അറ്റ് ഷോർട്ട് നോട്ടീസ് എന്ന് പറയുമ്പം റീപേയബിൾ വിത്തിൻ 2 to 14 days, അതായത് ഒരു 2 weeksനുള്ളിലൊക്കെ റീപേയ്മെൻറ്റ് ചെയ്യേണ്ട ഷോർട്ട് ടൈം ലോൺസിനെയാണ് മണി അറ്റ് ഷോർട്ട് നോട്ടീസ് എന്ന് പറയുന്നത്. വരുന്നൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽസ്. അത് നമ്മൾ ഓൾറെഡി വേറൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, സോ ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അത് നിങ്ങളതൊന്ന് നോക്കുക. റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടേമാണ് സ്റ്റാറ്റ്യൂട്ടറി റിസർവ്. Statutory reserve means the minimum amount of money that a bank or financial institution must keep with itself or with the central bank as required by law. അതായത് ഒരു ബാങ്കോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനോ ഒന്നെങ്കിൽ അവരുടെ ബാങ്കിൽ തന്നെയോ അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കിലോ നിയമപ്രകാരം ഒരു മിനിമം എമൗണ്ട് എന്ത് ചെയ്യണം, റിസർവ് ആയിട്ട് കീപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടായിരിക്കണം. അതിനെയാണ് സ്റ്റാറ്റ്യൂട്ടറി റിസർവ് എന്ന് പറയുന്നത്. അടുത്തത് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, SLR. ചിലപ്പോൾ വാട്ട് ഈസ് SLR എന്ന് ചോദിക്കാം. ഓക്കെ, 2 മാർക്കിന്. അപ്പോൾ അതെന്താണെന്നുള്ളത് അറിയണം. ബാങ്ക്സ് ആർ റിക്വയർഡ് ടു മെയിൻറ്റെയിൻ അറ്റ്ലീസ്റ്റ് 25% ഓഫ് ദ ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റീസ് ഇൻ ദ ഫോം ഓഫ് ലിക്വിഡ് അസെറ്റ്. അതായത് ബാങ്ക് എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്, ആ ബാങ്കിൻ്റെ ടോട്ടൽ ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റി നോക്കുക, അതിൻ്റെ മിനിമം 25% എങ്കിലും ലിക്വിഡ് അസറ്റ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യണം, ബാങ്കുകൾ അവിടെ മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് ലിക്വിഡ് അസറ്റ്സ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ക്യാഷ് ആയിട്ടോ ഗോൾഡായിട്ടോ ഗവൺമെൻറ് സെക്യൂരിറ്റി ഒക്കെ ആയിട്ട് എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്, ഈ പറയുന്ന ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റിയുടെ 25% അവരൊരു റിസർവ് പോലെ മെയിൻറ്റെയിൻ ചെയ്യണം. ആ റേഷ്യോനെയാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ കറണ്ട് SLR എന്ന് പറയുന്നത്, ഇന്ത്യയിലെ കറണ്ട് SLR 18% ആണ്. അടുത്തതാണ് CRR അല്ലെങ്കിൽ ക്യാഷ് റിസർവ് റേഷ്യോ. ബാങ്ക്സ് ആർ റിക്വയർഡ് ടു മെയിൻറ്റെയിൻ വിത്ത് ദ RBI എ ക്യാഷ് റിസർവ് ഓഫ് അറ്റ്ലീസ്റ്റ് 3% ഓഫ് ടോട്ടൽ ഓഫ് ഇറ്റ്സ് ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റി ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിൽ ഫംഗ്ഷൻ ചെയ്യുന്ന ബാങ്കുകളെല്ലാം തന്നെ എന്ത് ചെയ്യണം, RBIയിൽ ഒരു ക്യാഷ് റിസർവ്, കുറച്ച് ക്യാഷായിട്ട് ഒരു എമൗണ്ട് അവിടെ റിസർവ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതെത്രയാണ് ഇനി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, ഈ ബാങ്കിൻ്റെ ടോട്ടൽ ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റിയുടെ മിനിമം 3% ആണ് ക്യാഷ് റിസർവായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. കറണ്ട് CRR റേറ്റ് എന്ന് പറയുന്നത് 4.55% ആണ്. അപ്പോൾ വാട്ട് ഈസ് CRR എന്ന് ചോദിച്ചാൽ നിങ്ങൾ ക്യാഷ് റിസർവ് റേഷ്യോനെ പറ്റിയിട്ടാണ് എഴുതേണ്ടത്. ഇനി CRR അക്കൗണ്ടാണ് എന്ത് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട് കേട്ടോ. അപ്പോൾ അത് രണ്ടും മാറിപ്പോവരുത്. ഇനി നിങ്ങൾക്കത് ഏത് ടേം ആണെന്ന് കൺഫ്യൂസിങ് ആവുന്നുണ്ടെങ്കിൽ രണ്ടും എഴുതി വെച്ചോളൂ. ഓക്കെ, ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ എന്താണെന്ന് നോക്കാം. അതായത് റിസ്ക് ഓഫ് ഇൻസോൾവൻസി അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതായത് ബാങ്കുകൾ ഇപ്പോൾ ഇൻസോൾവൻ്റ് ആയി, അവർ കടത്തിൽ പെട്ടുപോയി, അങ്ങനെ വിചാരിക്കുക. ഓക്കെ, അവർക്ക് ഇൻകം ഒന്നും തന്നെ ഇല്ല, ആ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് അങ്ങനെയുള്ള സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യുക, ആ ഒരു റിസ്ക് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടി എല്ലാ ബാങ്കുകളും എന്ത് ചെയ്യണം, അഡിക്വേറ്റ് ആയിട്ടുള്ള ക്യാഷ് ആൻഡ് റിസർവ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, അതായത് അവർക്ക് നിലവിൽ എത്ര അഡ്വാൻസസ് ഉണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ബിസിനസ് അവർക്കുണ്ട് അതിനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു പർട്ടിക്കുലർ റേഷ്യോ ഓഫ് ക്യാപിറ്റലും റിസർവും ബാങ്കുകളെല്ലാം തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് RBI ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൊരു സിസ്റ്റമാണ് ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ.
ഓക്കെ, അപ്പോൾ RBI ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1992 കേട്ടോ. അപ്പോൾ ഇതിനെ റിസ്ക് വെയ്റ്റഡ് അസറ്റ് റേഷ്യോ സിസ്റ്റം എന്നും കൂടി പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ CAR എന്ന് പറയും. CAR എന്ന് പറഞ്ഞാലും ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ ആണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് എന്താണെന്നുള്ളത് ജസ്റ്റ് എഴുതുക. എന്നിട്ട് അതിനൊരു ആ റേഷ്യോൻ്റെ ഒരു ഫോർമുല ഉണ്ട്, അതും കൂടി ഒന്ന് എഴുതുക. ക്യാപിറ്റൽ ഫണ്ട്സ് ഡിവൈഡഡ് ബൈ റിസ്ക് മൈനസ് വെയ്റ്റഡ് അസറ്റ്സ് പ്ലസ് റിസ്ക് മൈനസ് വെയ്റ്റഡ് ഓഫ് ബാലൻസ് ഷീറ്റ് ഐറ്റംസ്. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു റേഷ്യോ എത്രയാണെന്നുള്ളത് കിട്ടുക.